ഒഴുകുന്നത് കാണാൻ എന്തു ഭംഗിയാ. അതെ അതെ, അത് ശരിയാ. അതേ കുട്ടികളെ, കാടും മലകളും പുഴകളുമൊക്കെ നിറഞ്ഞ ഈ ഭൂമി അതീവ സുന്ദരമാണ്. അങ്ങനെയാണെങ്കിൽ മാഷെ, അതേപോലെ മനോഹരമായൊരു പുതിയ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? അതിനെന്താ, തീർച്ചയായും. എന്നാൽ കേട്ടോളൂ കേട്ടോ. പണ്ട് നീലിമലയ്ക്കപ്പുറമുള്ള കാട്ടിൽ 2 നായ്ക്കുട്ടികൾ താമസിച്ചിരുന്നു. റിമ്മി എന്നായിരുന്നു ഒരാളുടെ പേര്, മറ്റേയാളോ അയാള് ടോമി. ഇവർ വലിയ കൂട്ടുകാരായിരുന്നെങ്കിലും ടോമിക്കൊരു ചെറിയ അഹങ്കാരമുണ്ടായിരുന്നു മനസ്സിൽ. അവന് റിമ്മിയേക്കാൾ കൂടുതൽ മണം പിടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ദൂരദേശങ്ങളിൽ നിന്നുപോലും പലരും കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിനായി ടോമിയുടെ സഹായം തേടിയിരുന്നു. റിമ്മിയോ അതൊരു പാവമായിരുന്നു. അവന് ടോമിയെപ്പോലെ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല താനും. ഈ കാര്യം പറഞ്ഞ് ടോമി എന്നും റിമ്മിയെ കളിയാക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ രണ്ടുപേരും ഒരു പുഴയുടെ കരയിൽ ഇരിക്കുകയായിരുന്നു. റിമ്മി, എത്ര കുറ്റകൃത്യങ്ങൾക്കാ ഞാൻ തുമ്പുണ്ടാക്കിയതെന്ന് നിനക്കറിയാമോ? ഇന്നും രാവിലെ എത്ര പേരാണ് എന്നെ കാണാൻ വന്നത്. നാളെ എനിക്ക് അങ്ങ് മുത്താരം കുന്നിനപ്പുറമാണ് ഡ്യൂട്ടി. തിരിച്ചു വരുമ്പോൾ നല്ല ഭക്ഷണവും കൈ നിറയെ കാശും കിട്ടും. പിന്നെ എനിക്കൊരു സഹായിയുടെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ നിന്നെപ്പോലെയുള്ളവരെ ഒന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതിന് നല്ല കഴിവുള്ളവരെ വേണം നോക്കാൻ. ഹോ, സംസാരിച്ച് തൊണ്ടയിലെ വെള്ളം വറ്റി. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഇത്രയും പറഞ്ഞ് ടോമി പുഴയിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ തുടങ്ങി. ദൂരെ മാറി റിമ്മിയും നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞ് ടോമി തിരിച്ചു വരാനൊരുങ്ങുമ്പോൾ പെട്ടെന്നൊരു മുതല വെള്ളത്തിൽ നിന്നും അവന്റെ നേരെ അങ്ങോട്ട് ചാടി വീണു. അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, എന്നെ വിടൂ. അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. ഒച്ച വയ്ക്കരുത്, നിന്നെ ഞാൻ രക്ഷിക്കാം. എന്റെ വയറ്റിലെത്തിയാൽ നീ എന്നേക്കുമായി രക്ഷപ്പെടും. പാവം റിമ്മി അവൻ ഉച്ചത്തിൽ അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി. അവന്റെ ഉച്ചത്തിലുള്ള നിലവിളി കുറച്ചകലെയുള്ള മുളങ്കാട്ടിൽ നിന്നും മുള തിന്നുകയായിരുന്ന ജിംബനാനയുടെ ചെവിയിലെങ്ങെത്തി. പുഴക്കരയിൽ നിന്ന് ആരുടെയോ നിലവിളിയല്ലേ കേൾക്കുന്നത്? ഒന്ന് അവിടെ വരെ പോയി നോക്കാം. ഏയ്, എന്തിനാണ് നീ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അത് എന്റെ കൂട്ടുകാരൻ ടോമി ഒരു മുതല പിടിച്ചു. ആ മുതല അവനെയും പിടിച്ചുകൊണ്ട് പുഴയുടെ അക്കരയ്ക്ക് പോയി. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. നീ കരയാതിരിക്കൂ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഞാൻ നിന്നെ സഹായിക്കാം. എന്റെ കൂടെ വരൂ. ഉടനെ തന്നെ ജിംബനാന അക്കരയ്ക്ക് തിരിച്ചു. കൂടെയോ ആനപ്പുറത്ത് നമ്മുടെ റിമ്മിയും. അങ്ങനെ അവർ അക്കരെ എത്തി. ഈ സമയം കുറച്ചു ദൂരെയായി മുതല ടോമിയെയും പിടിച്ചിരിക്കുന്നത് അവർ രണ്ടാളും കണ്ടു. അയ്യോ, അതാ അവിടെ ആ ക്രൂരൻ മുതല. ഇവനെ ഞാനൊരിക്കൽ ഈ നദിയിൽ നിന്നും ഓടിച്ചു വിട്ടതാണ്. എന്നിട്ട് വീണ്ടും വന്നിരിക്കുന്നു സാധു മൃഗങ്ങളെ ഉപദ്രവിക്കാൻ. ഇനി ഇവനെ വെച്ചേക്കരുത്. ഇത്രയും പറഞ്ഞ് നമ്മുടെ ജിംബനാന ഒരു വലിയ പാറക്കഷണം തുമ്പിക്കൈ കൊണ്ടെടുത്ത് ഒരേറങ്ങട്ട് വെച്ചു കൊടുത്തു. ഇനി നിങ്ങൾക്ക് അവന്റെ ശല്യമുണ്ടാവില്ല. നിങ്ങൾക്കിനി ധൈര്യമായി എവിടെയും പോകാം. ഞാൻ നിങ്ങളുടെ ചങ്ങാതിയായി ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾ കാരണമാണ് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. നന്ദി പറയേണ്ടത് എന്നോടല്ല. ഞാൻ ഇവിടെ എത്താൻ നിമിത്തമായത് നിന്റെ സുഹൃത്ത് റിമ്മിയാണ്. അവൻ അത്രയ്ക്ക് ഉച്ചത്തിൽ ബഹളം വെച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. അല്ലായിരുന്നെങ്കിൽ. റിമ്മി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു ആപത്ത് വന്നപ്പോൾ നീ എന്നെ രക്ഷിക്കാൻ സഹായിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എത്ര കഴിവുണ്ടെങ്കിലും അതിൽ അഹങ്കരിക്കാൻ പാടില്ലെന്ന്. ശരി, എന്നാൽ ഞാൻ പോയി വരാം. നല്ല കഥ. നിങ്ങൾക്ക് ഇഷ്ടായി അല്ലേ? എന്നാൽ ഈ കഥയിൽ നിന്നും എന്ത് ഗുണപാഠമാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ഒരിക്കലും ആരെയും കളിയാക്കരുതെന്നല്ലേ? അതെ, കൂടാതെ ഓരോരുത്തർക്കും പ്രത്യേകം കഴിവുകളാണ് ഈശ്വരൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നാം അഹങ്കരിക്കാനോ മറ്റുള്ളവരുടെ കഴിവിനെ കുറച്ചു കാണാനോ ആരും ശ്രമിക്കരുത് കേട്ടോ.
മാഷേ, ഇനിയും ഇതുപോലുള്ള പുതിയ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? തീർച്ചയായും നിങ്ങൾക്ക് എത്ര കഥകൾ വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാലോ. പണ്ടൊരു കാട്ടിലെ മരത്തിന്റെ പൊത്തിൽ ഒരു കുഞ്ഞിത്തത്ത താമസിച്ചിരുന്നു. കുഞ്ഞിത്തത്തയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ചിങ്കനും ചിന്നനും. ഒരു ദിവസം പതിവ് പോലെ കുഞ്ഞിത്തത്ത രാവിലെ തന്നെ ഭക്ഷണം തേടി അകലെയുള്ള നെൽപ്പാടത്തേക്ക് പോകാൻ ഒരുങ്ങി. പോകുന്നതിന് മുമ്പ് അവൾ കുഞ്ഞുങ്ങളോടായി ഇങ്ങനെ പറഞ്ഞു: മക്കളെ, ഞാൻ ആഹാരം തേടി വയൽക്കരയിലേക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഈ കൂട് വിട്ട് പുറത്തേക്ക് പോകരുത്. പുറത്ത് നിങ്ങളെ ആക്രമിക്കാനായി ധാരാളം ക്രൂരമൃഗങ്ങളുണ്ടാവും. സൂക്ഷിക്കണം. ഞാൻ വേഗം തിരിച്ചു വരാം. ശരി അമ്മേ. അങ്ങനെ നമ്മുടെ കുഞ്ഞിത്തത്ത കൂട് വിട്ട് ദൂരേക്ക് പറന്നുപോയി. കൂട്ടിലോ ചിങ്കനും അനുജനായ ചിന്നനും മാത്രം തനിച്ചായി. അങ്ങനെ ഇരിക്കുമ്പോൾ ചിങ്കം പറഞ്ഞു: എടാ ചിന്ന, എത്ര ദിവസമായി നമ്മൾ ഈ കൂട്ടിൽ തന്നെ കഴിയുന്നു. നീ പുറത്തേക്കൊന്ന് നോക്ക്. അവിടെ കുറെ പക്ഷികൾ പറന്നു കിടക്കുന്നത് കണ്ടില്ലേ? നമുക്കും അതുപോലെ ആകാശത്തൂടെ പറക്കണ്ടേ? അയ്യോ ചിങ്കൻ ചേട്ടാ, അതിന് നമ്മൾ കുട്ടികളല്ലേ. ഈ സമയത്ത് നമ്മൾ പുറത്തേക്ക് പോകുന്നത് ആപത്താണ്. അതുകൂടാതെ അമ്മയുടെ വാക്കുകൾ നാം അനുസരിക്കുകയും വേണം. നീ വരുന്നില്ലെങ്കിൽ വരണ്ട. ഞാൻ ഈ മനോഹരമായ ആകാശത്തേക്ക് പറക്കാൻ പോവുകയാണ്. അയ്യോ ചേട്ടാ, അത് വേണ്ട. നമ്മൾ പറക്കാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. എന്താണ് ചിന്ന നീ പറയുന്നത്? ഇങ്ങനെ കൂട്ടിൽ തന്നെ ഇരുന്നാൽ നമ്മൾ ഒരിക്കലും പറക്കാൻ പഠിക്കില്ല. പിന്നെ നിന്നെ പോലെ ഭീരുവല്ല ഞാൻ, ധീരനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചിങ്കൻ തത്ത കൂട്ടിൽ നിന്നും പുറത്തേക്ക് ചാടി. കുറച്ചു നേരം അവൻ ചിറകിട്ടടിച്ച് പറന്നു നടന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ അവന്റെ കുഞ്ഞു ചിറകുകൾ തളരാൻ തുടങ്ങി. അവൻ എത്ര ശ്രമിച്ചിട്ടും അവന് പറക്കാൻ സാധിച്ചില്ല. അങ്ങനെ ചിറകുകൾ തളർന്ന് അവൻ താഴത്തോട്ട് നിലംപതിച്ചു. അയ്യോ, എന്റെ ചിറകുകൾ തളർന്നു പോയല്ലോ. എനിക്ക് പറക്കാൻ കഴിയുന്നില്ലല്ലോ. അയ്യോ! വീഴ്ചയുടെ ആഘാതത്തിൽ അവന്റെ കാലുളുക്കി. ഈ കാഴ്ച കണ്ടുകൊണ്ട് അടുത്തുള്ള മരങ്ങളിൽ 2 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കുഞ്ഞിത്തത്തയുടെ കൂട്ടുകാരനായ മങ്കുക്കുരങ്ങനായിരുന്നു. മറ്റേതോ കുഞ്ഞിപ്പക്ഷികളെ വേട്ടയാടുന്ന പിങ്കിപ്പരുന്ത്. അതൊരു തത്തക്കുഞ്ഞാണല്ലോ. ഇന്നത്തേക്ക് ഇവൻ മതി. അവനെ വേഗം പോയി പിടിക്കാം. ഈ കാഴ്ചയെല്ലാം കണ്ട് മങ്കുക്കുരങ്ങൻ ചിങ്കനെ രക്ഷിക്കാനായി മരത്തിൽ നിന്നും താഴെയിറങ്ങി. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അയ്യോ പാവം ചിങ്കൻ താത്ത. അപ്പോൾ നമ്മുടെ മങ്കുക്കുരങ്ങൻ എന്തു ചെയ്തെന്നോ? താഴെ കിടന്നിരുന്നൊരു കല്ലെടുത്ത് പിങ്കുവിന്റെ കാല് ലക്ഷ്യമാക്കി ഒരേറങ്ങട്ട് വെച്ചുകൊടുത്തു. അങ്ങനെ ഒരു വിധത്തിൽ മങ്കുക്കുരങ്ങൻ തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ചിങ്കൻ തത്തയുടെ ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ മങ്കുക്കുരങ്ങൻ ചിങ്കനെയും കൊണ്ട് കുഞ്ഞിത്തത്തയുടെ അടുത്തെത്തി. അയ്യോ, എന്താണ് എന്റെ മകന് സംഭവിച്ചത്? ഏയ് പേടിക്കാനൊന്നുമില്ല. ഇവനൊരു അബദ്ധം പറ്റിയതാ. പിന്നെ കാലിന് ചെറിയൊരു ഉളുക്കുണ്ട്. അത് സാവധാനം മാറിക്കോളൂ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ അമ്മ പറഞ്ഞത് കേൾക്കാതെ പറക്കാൻ നോക്കിയതാ. ഇനി ഞാൻ അമ്മ പറയുന്നത് അനുസരിച്ചോളാം. കുട്ടിയോളെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. ഈ കഥയിൽ നിന്നും എന്ത് ഗുണപാഠമാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? മുതിർന്നവരുടെ വാക്കുകൾ അനുസരിക്കണം എന്നല്ലേ? അതെ, മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾ നമുക്ക് നന്മ വരുത്തുന്നതാണെന്ന് മനസ്സിലാക്കി അവരെ അനുസരിക്കുകയും വേണം. കേട്ടോ കുട്ടികളെ? ശരി മാഷേ. കുഞ്ഞി കുഞ്ഞി വാവാ, കുറുമ്പിക്കുട്ടി വാവാ, കൊഞ്ചി കൊഞ്ചി കളിച്ചിടും. പൂനിലാവെ കൂട്ടുവാ, പൂങ്കുളിരും കൊണ്ടുവാ, തലയിൽ ചൂടാൻ ഇത്തിരി മുല്ലപ്പൂവും കൊണ്ടുവാ. 1 2 3 എണ്ണി പഠിക്കാം.
മാഷെ, ഈ കുന്നിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കാൻ എന്തു ഭംഗിയല്ലേ. അങ്ങോട്ട് നോക്കൂ, ആ മരങ്ങൾ പൂത്തു നിൽക്കുന്നത് കാണാൻ എന്തു മനോഹരമാണ്. അതേ കുട്ടികളെ, പ്രകൃതിയിലെ ഇത്തരം കാഴ്ചകൾ മനസ്സിനെ കുളിരണിയിക്കും. അത്ര മനോഹരമാണ് പ്രകൃതിയിലെ ഓരോ കാഴ്ചകളും. മാഷെ, ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്താണ്? അത് പിന്നെ അറിവാണ് ഏറ്റവും വലിയ ധനം. ശരിയായ ബുദ്ധിയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാം. ശരിയാണോ മാഷെ? അതെ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. പണ്ട് അങ്ങ് ദൂരെയുള്ളൊരു മലയുടെ അടിവാരത്തിലുള്ളൊരു ഗുഹയിൽ 2 കൂട്ടുകാർ താമസിച്ചിരുന്നു. കിട്ടുമുയലും ഡൂടുപന്നിയും. ഇവരുറ്റ ചങ്ങാതിമാരായിരുന്നു. എന്നാൽ ഇവരുടെ സൗഹൃദത്തിൽ അസൂയയുള്ള ഒരാൾ ഇവരുടെ ഗുഹയ്ക്കടുത്തുള്ള കുറ്റിക്കാട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ചിങ്കൻ കുറുക്കൻ എന്നായിരുന്നു അവന്റെ പേര്. നമ്മുടെ കിട്ടുമുയലിനെ എങ്ങനെയെങ്കിലും അകത്താക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ ചിങ്കൻ കുറുക്കനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ എപ്പോഴും ആ ഡൂടുപന്നി കൂടെയുള്ളത് കാരണം അവൻ അതിന് സാധിച്ചിരുന്നില്ല. അതിനാൽ അവരെ തമ്മിൽ തെറ്റിക്കുക എന്ന ഉദ്ദേശത്തോടെ അതിന് അവസരം നോക്കിയിരിക്കുകയായിരുന്നു ചിങ്കൻ കുറുക്കൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, എത്ര നാളായി മുയലിറച്ചി കഴിച്ചിട്ട്, എങ്ങനെയെങ്കിലും അതിന് വഴി കണ്ടെത്തിയിട്ട് തന്നെ ബാക്കി കാര്യം. ഡൂഡു, ഞാൻ വേഗം പുഴക്കരയിൽ പോയി കുറച്ച് മുരിക്കിന്റെ ഇലകൾ ശേഖരിച്ചു വരാം. പിന്നെ 2-3 ദിവസം പുറത്തേക്ക് പോകണ്ടല്ലോ. കിട്ടു, അത് വേണ്ട, ഞാനും കൂടി വരാം. നീ ഒറ്റയ്ക്ക് പോകുന്നത് ആപത്താണ്. ശരി ഡൂഡു, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏതായാലും അവരുടെ പിറകെ പോയി നോക്കാം. അങ്ങനെ ഇലകൾ ശേഖരിക്കുകയായിരുന്ന മുയലിന്റെയും പന്നിയുടെയും അടുത്തേക്ക് നമ്മുടെ ചിങ്കൻ കുറുക്കൻ പതുക്കെ കടന്നു വന്നു. അല്ല കൂട്ടുകാരെ, നിങ്ങൾ പച്ചിലകൾ ശേഖരിക്കുകയാണോ? നിനക്കെന്താണ് വേണ്ടത്? ഞങ്ങൾ ഇലയും പുല്ലുമൊക്കെ ശേഖരിക്കും. അതിന് നിനക്കെന്താ? അയ്യോ അയ്യോ, എന്താ നിങ്ങൾക്ക് എന്നോട് വെറുപ്പുള്ളതുപോലെ? ഞാൻ നിങ്ങളുടെ സുഹൃത്താവാൻ വന്നതല്ലേ. നീ എങ്ങനെ ഞങ്ങളുടെ സുഹൃത്താവും? ഞങ്ങളെ പോലെയുള്ള പാവം മൃഗങ്ങളെ പിടിച്ച് അകത്താക്കുകയല്ലേ നിന്റെ ജോലി? അയ്യോ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ എന്റെ വർഗത്തിലുള്ള മറ്റ് കുറുക്കന്മാർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതി അതിന് ഞാൻ കുറ്റക്കാരനാണോ? ഞാനിപ്പോൾ സസ്യാഹാരം മാത്രമേ കഴിക്കൂ. ഞങ്ങൾക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. പുതിയ ഓരോ അടവുമായി വന്നിരിക്കുന്നു. വേഗം ഇവിടുന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇടിച്ച് സൂപ്പാക്കും. ചിങ്കൻ കുറുക്കൻ പല പ്രാവശ്യം തന്റെ തന്ത്രങ്ങൾ പയറ്റി നോക്കിയെങ്കിലും അവന് മുയലിനെ ഒരിക്കലും ഒറ്റയ്ക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ആഗ്രഹം സ്വപ്നമായി തന്നെ അവശേഷിച്ചു. ഡൂടുപന്നിയെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന് അവൻ അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചു. അതിനായി അവൻ ജമ്പൻ സിംഹത്തിന്റെ സഹായം തേടാൻ തീരുമാനിച്ചു. ജമ്പൻ ചേട്ടാ, ജമ്പൻ ചേട്ടാ. ആരാത്? ഞാനാ ചിങ്കൻ കുറുക്കൻ. നിനക്കെന്താ വേണ്ടത്? വേഗം പറയൂ, ഞാൻ ആകെ വിശന്നിരിക്കുകയാ. ചേട്ടൻ വിശന്നിരിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ചേട്ടന് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണത്? കുറച്ചകലെയുള്ള പുഴയ്ക്കടുത്ത് ഒരു ഗുഹയിൽ ഒരു പന്നിയും മുയലും താമസിക്കുന്നുണ്ട്. അതിൽ ആ ഡുഡുപ്പന്നി ഒരു മുനിയുടെ കയ്യിലുള്ള ശക്തിമരുന്ന് കഴിച്ചിട്ടുണ്ട്. അവനെ അകത്താക്കിയാൽ ജമ്പൻ ചേട്ടന് 1000 ആനകളുടെ ശക്തി ലഭിക്കും. അതെയോ? അത് കൊള്ളാമല്ലോ. എങ്കിൽ നമുക്ക് വേഗം അങ്ങോട്ട് പോകാം. ഒറ്റയടിക്ക് വിശപ്പ് മാറും, കൂടാതെ ശക്തിയും ലഭിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഡൂഡുവിന്റെയും കിട്ടുവിന്റെയും സുഹൃത്തായ കിങ്ങിണി തത്ത അടുത്ത മരത്തിലിരിപ്പുണ്ടായിരുന്നു. കിങ്ങിണി തത്ത ഉടനെ തന്നെ ഇക്കാര്യം അറിയിക്കാനായി അവരുടെ താവളത്തിലേക്ക് പറന്നു. കൂട്ടുകാരെ, നിങ്ങൾ വേഗം രക്ഷപ്പെട്ടോളൂ. നിങ്ങളെ കൊല്ലാനായി ആ ചിങ്കൻ കുറുക്കൻ ജമ്പൻ സിംഹത്തെ കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡൂഡുവിനെ കഴിച്ചാൽ 1000 ആനകളുടെ ശക്തി കിട്ടുമെന്നാ ആ കള്ളക്കുറുക്കൻ ജമ്പൻ സിംഹത്തോട് പറഞ്ഞത്. വേഗം രക്ഷപ്പെട്ടോളൂ, ഞാൻ പോകുന്നു.
മൂടുചേട്ടാ, പേടിക്കണ്ട. അവർ വരട്ടെ, നമുക്ക് നേരിടാം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. ചേട്ടൻ ധൈര്യമായിട്ടിരിക്ക്. ഇപ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെട്ടാൽ ആ ദുഷ്ടൻ കുറുക്കൻ നമ്മളെ പിന്നെ ശല്യം ചെയ്തോണ്ടിരിക്കും. അവനെ എന്നേക്കുമായി ഇല്ലാതാക്കണം. എടാ ഡുടുപ്പന്നീ, ഇനി നീ എങ്ങോട്ടും ഓടി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നിന്നെ അകത്താക്കി ഞാൻ ശക്തി നേടാൻ പോവുകയാ. ചെമ്പൻ ചേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി നിനക്ക് ഒരു രക്ഷയുമില്ല. ചേട്ടൻ ഇപ്പോൾ നിന്നെ അകത്താക്കും. ജമ്പൻ ചേട്ടാ, ഈ ഡൂഡുവിനെ കഴിച്ചാൽ ചേട്ടന് ശക്തി കിട്ടുമെന്നത് സത്യമാണ്. പക്ഷേ എന്താണ് ഒരു പക്ഷേ? അത് പിന്നെ ഈ മരുന്ന് തന്ന മുനിവര്യൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിംഹം ഈ മരുന്ന് കഴിച്ചാൽ അവന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോകുമെന്ന്. അങ്ങനെയാണോ? ഹൈ, ജമ്പൻ ചേട്ടൻ വിഷമിക്കാതിരിക്കെ. അതിനൊരു പോംവഴിയും അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? വേഗം പറയൂ. ഏതെങ്കിലും ഒരു കുറുക്കനെ പുഴയിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നതിനു ശേഷം ഈ മരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ ചേട്ടന് മുഴുവൻ ശക്തിയും ലഭിക്കും. ഓഹോ, അത്രയുള്ളോ? എങ്കിൽ ഞാൻ ഇപ്പോൾ വരാം. നിന്നെ ഞാൻ അയ്യോ, നിന്റെ ബുദ്ധിയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. വാ, ആ സിംഹം വരുമ്പോഴേക്ക് നമുക്ക് വേഗം രക്ഷപ്പെടാം. അതെ, ഇനി ആ ദുഷ്ടൻ കുറുക്കന്റെ ശല്യം ഉണ്ടാവില്ല. അങ്ങനെ ആ ദുഷ്ടൻ കുറുക്കന്റെ കഥ കഴിഞ്ഞു. കുട്ടികളെ, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നിങ്ങളുടെ പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ചു വേണം നേരിടാൻ, കേട്ടോ? ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ബുദ്ധിയെ ഉണർത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നന്നായി പഠിച്ചു വളരണം, കേട്ടോ കുട്ടികളെ? ശരി മാഷേ. കുട്ടികളെ, ഇനി ഞാൻ കുറച്ച് കൂട്ടുകാരുടെ ഒത്തൊരുമയെക്കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞു തരാം. പണ്ട് നീലിമലയുടെ താഴ്വരയിൽ 3 പേർ ഒരുമിച്ച് താമസിച്ചിരുന്നു. പിങ്കിമാനും നീലിക്കൊക്കും പിന്നെ മല്ലനാനയും. ഇവർ വലിയ സൗഹാർദ്ദത്തോടെയാണ് താമസിച്ചിരുന്നത്. ഇവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഇര തേടിയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പിങ്കിമാൻ പറഞ്ഞു, ഇന്ന് ഞാൻ തടാകക്കരയിലേക്ക് പോവുകയാണ്. അവിടെ ധാരാളം പച്ചപ്പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ട്. പിങ്കി, നീ അധികം ദൂരേക്കൊന്നും പോകണ്ട, അത് അപകടമാണ്. അത് സാരമില്ല. എന്നും നിങ്ങളോടൊപ്പമല്ലേ ഞാൻ വരാറുള്ളത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കൊന്ന് പോയി നോക്കട്ടെ. ആ, എന്നാൽ ശരി, സൂക്ഷിച്ചു പോകണം കേട്ടോ. അങ്ങനെ നമ്മുടെ പിങ്കിമാൻ പുല്ലു തേടി മലയുടെ താഴ്വാരത്തിലുള്ള തടാകക്കരയിലേക്ക് പോയി. തൊട്ടടുത്തുള്ള കുളത്തിൽ പ്രാണികളെയും മറ്റും തേടി കൊക്കും പറന്നുപോയി. മല്ലനാനയാണെങ്കിലോ ഉൾക്കാട്ടിലേക്കും പോയി. ഇവിടെ നിറയെ പുല്ലുകളാണല്ലോ. അങ്ങനെ പിങ്കിമാൻ പുല്ലു തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു കഴുതപ്പുലി ഓടി വന്നെത്തി. കുറെ നാളായി നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുന്നു. ഇനി നിനക്ക് രക്ഷയില്ല. അയ്യോ, എന്റെ കൂട്ടുകാരൊക്കെ അകലെയാണല്ലോ. ഇനി എന്തു ചെയ്യും? ഓടി രക്ഷപ്പെടുക തന്നെ. അയ്യോ, രക്ഷിക്കണേ! നിൽക്കണം അവിടെ, അവിടെ നിൽക്കാൻ. അയ്യോ, രക്ഷിക്കണേ! അയ്യോ! ഇനി നീ എങ്ങോട്ടോടും? ഒന്നുകിൽ നീ വെള്ളം കുടിച്ചു മരിക്കും, അല്ലെങ്കിൽ എന്റെ വയറ്റിലാകും. അയ്യോ, അത് പിങ്കിയാണല്ലോ. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. എന്താ ചെയ്യാ? അവൾ ഇപ്പൊ മുങ്ങിപ്പോകുമല്ലോ. എന്താ നീലി, എന്താണ് നീ ഇങ്ങനെ കിതച്ചുകൊണ്ടുവരുന്നത്? അത് പിന്നെ ആ ക്രൂരൻ കഴുതപ്പുലി നമ്മുടെ പിങ്കിയെ ഓടിച്ച് കുളത്തിൽ വീഴ്ത്തി. പിങ്കി ഇപ്പോൾ കുളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാ. ആ ദുഷ്ടൻ അവിടെ കാവൽ നിൽക്കുക. ആ ക്രൂരൻ വീണ്ടും വന്നുവോ? വാ, വേഗം നമുക്ക് പിങ്കിയുടെ അടുത്തേക്ക് പോകാം. അയ്യോ, രക്ഷിക്കണേ!
നീ പിന്നെ ഈ കാട്ടിലേക്ക് വന്നുവല്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പോയിക്കോളാം. അയ്യോ മല്ലൻ ചേട്ടാ, നമ്മുടെ പിങ്കി, അവളെ വേഗം രക്ഷിക്കൂ. നീ ഒറ്റയ്ക്കായതുകൊണ്ടാ ആ ദുഷ്ടൻ നിന്നെ ആക്രമിച്ചത്. ശരിയാ. നമ്മൾ കൂട്ടായി നിന്നാൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ചങ്ങാത്തം വിടാതെ ഒരുമയോടെ ഈ കാട്ടിൽ കഴിയാം. എന്താ? ശരി. ഒത്തൊരുമയുടെ പ്രാധാന്യം മനസ്സിലായോ കുട്ടികൾക്ക്? കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ വേണം ജീവിക്കാൻ. ശരി മാഷേ. ഓരോ കഥയും കേൾക്കാൻ എന്ത് രസാ മാഷേ. ഇനി ഞാൻ മറ്റൊരു കഥ പറഞ്ഞു തരാം. പണ്ട് ഇല്ലിമുളം കാട്ടിനുള്ളിൽ ഒരു തത്ത താമസിച്ചിരുന്നു. ഒരു ദിവസം പതിവ് പോലെ അവൾ കുഞ്ഞുങ്ങളെ കൂട്ടിൽ തനിച്ചാക്കി തീറ്റ തേടി കാട്ടിലൂടെ കുറേ ദൂരം പറന്നു. അങ്ങനെ അവൾ കാടിനടുത്തുള്ള നാട്ടിൻപുറത്തെ ഒരു വീടിന്റെ അടുക്കള ഭാഗത്തെത്തി. അവിടെ ഒരു പാത്രത്തിൽ വെച്ച പാൽ തത്ത കാണാനിടയായി. നല്ല പാല്, വേഗം കുടിക്കാം. അങ്ങനെ തത്ത പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന്, നീ എന്റെ പാല് കുടിക്കുമല്ലേ, നിന്നെ ഞാനിപ്പോ അകത്താക്കും. അയ്യോ പൂച്ച! പിന്നെ അവൾ വേഗത്തിൽ അവിടെ നിന്നും പറന്ന് രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെട്ടു അല്ലേ? നിന്നെ ഞാൻ എടുത്തോളാം. വേഗം ഈ പാൽ അകത്താക്കാം. അങ്ങനെ പൂച്ച വേഗം തന്നെ അവിടെയുണ്ടായിരുന്ന പാൽ കുടിക്കാൻ തുടങ്ങി. ഈ പാലിന്റെ കൂടെ ആ തത്തയെ കൂടി കിട്ടിയിരുന്നെങ്കിൽ കൂശാലായിരുന്നു. തത്തയിറച്ചി കഴിച്ചിട്ടാണെങ്കിൽ കാലം കുറേയായി. എങ്ങനെയെങ്കിലും അതിനെ പിടിച്ചകത്താക്കണം. അങ്ങനെ പിന്നീട് നമ്മുടെ പൂച്ച തത്ത താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനുള്ള അന്വേഷണം തുടങ്ങി. അങ്ങനെ 2-3 ദിവസം കൊണ്ട് അവൻ തത്തയുടെ കൂട് കണ്ടെത്തി. അവൻ അങ്ങനെ ആ മരത്തിന് ചുവട്ടിലെത്തി. അയ്യോ പൂച്ച, അയ്യോ! കണ്ടുപിടിച്ചു. അതാ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. നിന്നെ ഞാനിപ്പോൾ അകത്താക്കും. നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നിന്നെ 2-3 ദിവസമായി ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നീ താഴോട്ട് വരുന്നോ അതോ ഞാൻ മുകളിലോട്ട് വരണോ? അയ്യോ പൂച്ചച്ചേട്ടാ, എന്നെ വെറുതെ വിടണം. എന്നെ വെറുതെ വിടണം. ഞാൻ പാവമാണ്. ഞാനിവിടെ സമാധാനമായി ജീവിച്ചോട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടണം. വളരെ നന്നായി. ഞാൻ മുകളിലോട്ട് തന്നെ വരാം. എല്ലാറ്റിനെയും ഒറ്റയടിക്ക് പിടിച്ച് സൂപ്പാക്കാം. ഇത്രയും പറഞ്ഞതിനു ശേഷം പൂച്ച മരപ്പൊത്ത് ലക്ഷ്യമാക്കി മുകളിലേക്ക് മെല്ലെ കയറാൻ തുടങ്ങി. അമ്മ തത്ത പേടിച്ച് കരയാൻ തുടങ്ങി. പൂച്ച പൊത്തിനടുത്തെത്താനായതും അവന്റെ കാൽ ഒരു വള്ളിയിൽ തട്ടി. ഉടനെ ആ വള്ളിയിൽ കൂടുകൂട്ടി താമസിച്ചിരുന്ന തേനീച്ചകളെല്ലാം കൂട്ടത്തോടെ പൂച്ചയെ വളഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. അയ്യോ 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 വേദനിക്കുന്നു. അയ്യോ അയ്യോ ഞാനിപ്പോ വീഴും. അയ്യോ അയ്യോ. കുറച്ചു കഴിഞ്ഞപ്പോൾ പൂച്ച മരത്തിൽ നിന്നും പിടിവിട്ട് താഴോട്ട് പതിച്ചു. അയ്യോ 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 എന്നെ കുത്തല്ലേ, എന്നെ കുത്തല്ലേ. അയ്യോ 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 അയ്യോ. പിന്നീട് ആ പൂച്ചയുടെ ശല്യം ഉണ്ടായിട്ടേയില്ല. ആരെയും നാം വെറുതെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. കേട്ടോ കുട്ടികളെ? ശരിയാ മാഷേ. എന്താണ് കോടതിയോട് പറയാനുള്ളത്? എനക്കൊന്നും പറയാനില്ലടാ, സുഖയില്ല എനിക്ക്. അതന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ജാനു തമാശകൾ. ഇന്നലെ ആട്ടിന് കൊടുക്കുവാൻ വെച്ച പള്ളല്ലേ കാളപ്പാട്ടം കഞ്ഞാന്നും പറഞ്ഞങ്ങ് ഓടിച്ചേ. എന്റെ ജാനു പറഞ്ഞതും പൊല്ലാണ്. ഓരോരു ഭാഷ നോക്കേ മനെ.
രസമാ. അതേ കുട്ടികളെ, ഈ കടലെന്ന് പറയുന്നത് വലിയ അത്ഭുത പ്രതിഭാസങ്ങൾ നിറഞ്ഞതാണ്. കരയിലെ പോലെ തന്നെ കടലിനുള്ളിലും അനേകം ജീവികളുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് മാഷേ. മത്സ്യങ്ങൾ, ആമകൾ, കടൽ കുതിരകൾ, അങ്ങനെ. ഇവ മാത്രമല്ല, കടലിൽ ഒട്ടനവധി തരം ജീവജാലങ്ങളുണ്ട്. മാഷേ, ഇനി ഒരു കഥ പറഞ്ഞു തരാമോ? ശരി ശരി, ഒരു കടൽ ജീവിയായ ആമയുടെ കഥ തന്നെ ആയിക്കോട്ടെ. എന്താ? മാഷേ, വേഗം പറയൂ. പറയാം, കേട്ടോളൂ. പണ്ട് ഗാഫ കടൽ തീരത്ത് ഒരു ആമ താമസിച്ചിരുന്നു. പിന്റുവാമ എന്നായിരുന്നു അവളുടെ പേര്. അവൾ ഓരോ പ്രാവശ്യവും കടൽ തീരത്ത് മുട്ടയിടാൻ വരുമായിരുന്നു. പൂഴിയിൽ മുട്ടയിട്ടതിനു ശേഷം അവൾ തിരിച്ച് കടലിലേക്ക് പോവുകയായിരുന്നു പതിവ്. എന്നാൽ ഒരു കുഞ്ഞിനെ പോലും മുട്ടയിൽ നിന്നും വിരിഞ്ഞിറങ്ങിക്കാണാൻ അവൾക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം അവൾ പതിവ് പോലെ പൂഴിയിൽ മുട്ടയിട്ടതിനു ശേഷം കുറച്ചകലെ പാറകൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു. കുറച്ചു സമയം ഇവിടെ മാറി നിൽക്കാം. എന്റെ മുട്ടകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് അറിയണമല്ലോ. ഞാൻ എത്ര ഭാഗ്യവാനാണ്. കാവൽക്കാരനില്ലാത്ത മുട്ടകൾ അകത്താക്കാമല്ലോ. ആരുടെ മുട്ടയായാലും എനിക്ക് കുശാൽ തന്നെ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞു വരാം. അതാ ദുഷ്ടൻ പങ്കംകുറുക്കനല്ലേ? അവനാണ് ഇത്രയും കാലം എന്റെ മുട്ടകൾ നശിപ്പിച്ചതല്ലേ? ഇവനെ ഇല്ലാതാക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു കുഞ്ഞിനെ പോലും കാണാനുള്ള ഭാഗ്യമുണ്ടാവില്ല. അതിനെന്താണൊരു വഴി? പിന്റുവാമയ്ക്ക് അതിയായ ദ്വേഷ്യവും സങ്കടവും വന്നെങ്കിലും അവൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു. ശക്തി കൊണ്ട് പങ്കൻ കുറുക്കനെ നേരിടാനാവില്ല എന്നവൾക്കറിയാമായിരുന്നു. അങ്ങനെ അവളുടെ മനസ്സിൽ ഒരു ബുദ്ധി തെളിഞ്ഞു വന്നു. പിന്റുവാമ പങ്കൻ കുറുക്കന്റെ അടുത്തേക്ക് ചെല്ലാൻ തീരുമാനിച്ചു. പങ്കൻ ചേട്ടാ. എന്താ? നിനക്കെന്താ കരയിൽ കാര്യം? അത് പിന്നെ ഞാൻ വെയിൽ കായാൻ ഇറങ്ങിയതാണ്. ഓഹോ. അതെ. അപ്പോഴാണ് ഞാൻ പങ്കൻ ചേട്ടനെ കണ്ടത്. പിന്നെ ചേട്ടനോട് മാത്രമായി എനിക്കൊരു കാര്യം പറയാനുമുണ്ട്. എന്താണത്? അത് പിന്നെ കടലിനടിയിലുള്ള ജലദേവത എനിക്കൊരു രഹസ്യ മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് 1000 തവണ ചൊല്ലിയാൽ 1000 ആനകളുടെ ശക്തി ലഭിക്കുന്നതാണ്. ഓഹോ. എന്നിട്ട് നീ ആ മന്ത്രം പ്രയോഗിച്ചില്ലേ? അത് പിന്നെ കണ്ണടച്ചൊറ്റ കാലിൽ നിന്ന് വേണം ഈ മന്ത്രം ജപിക്കാൻ. എന്നാലേ ഫലിക്കൂ. ഞാൻ കുറേ ശ്രമിച്ചു, എനിക്ക് പറ്റുന്നില്ല. ചേട്ടനെ പോലെ യോഗ്യനായ ഒരാൾക്ക് അതൊക്കെ നിസ്സാരമല്ലേ? അതെ അതെ. ചേട്ടനൊന്ന് ശ്രമിച്ചു നോക്ക്. മന്ത്രം ചൊല്ലിത്തീരുന്നതുവരെ കണ്ണു തുറക്കാൻ പാടില്ല, എന്ത് സംഭവിച്ചാലും. അതൊക്കെ എനിക്ക് നിസ്സാരമാണ്. പറയൂ, എന്താണ് ആ മന്ത്രം? ഓം കൃപണായ നമ, ഓം കൃപണായ നമ, ഓം കൃപണായ നമ. അങ്ങനെ നമ്മുടെ പങ്കൻ കുറുക്കൻ മന്ത്രജപം ആരംഭിച്ചു. ഓം കൃപണായ നമ, ഓം കൃപണായ നമ, ഓം കൃപണായ നമ. ഈ തക്കം നോക്കി ഒട്ടും സമയം വൈകാതെ പിന്റുവാമ കാട്ടിലെ രാജാവായ ഭോജസിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അല്ലയോ ഭോജരാജാവേ. ആരാണ് നീ? ഇത്തിരി പോന്ന് നിനക്കെന്താണ് ഇവിടെ കാര്യം? ഞാൻ അങ്ങേക്കൊരു ഉപകാരമുണ്ടാവുന്ന കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് ആ കാര്യം? വേഗം പറയൂ. ഞാൻ ഗാഫ കടൽ തീരത്താണ് താമസിക്കുന്നത്. അവിടെ ഒരു മന്ത്രവാദിയായ കുറുക്കനുണ്ട്. അവൻ കാട്ടിലെ രാജാവാകാൻ വേണ്ടി ഒറ്റക്കാലിൽ തപസ് ചെയ്യുകയാ. അങ്ങയുടെ സ്ഥാനം തട്ടിയെടുക്കാനാണ് അവന്റെ പദ്ധതി. അങ്ങനെയോ? അതെ രാജാവേ, എത്രയും പെട്ടെന്ന് അവന്റെ തപസ് മുടക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങയുടെ ജീവന് തന്നെ അത് ആപത്താണ്. അതെയോ? ഉടനെ ഞാൻ അങ്ങോട്ട് പോയി അവനെ ശരിപ്പെടുത്തും. ഈ കാട്ടിൽ വേറെ ആരും അങ്ങനെ രാജാവാകണ്ട. കൃപണായ നമ, ഓം കൃപണായ നമ, ഓം കൃപണായ നമ.
ഇവൻ എന്നെ നശിപ്പിക്കാനുള്ള ഉഗ്ര തപസ്സിലാണല്ലോ. കൃപണായ നമ. ഓം കൃപണായ നമ. ഇനി ഇവനെ വെച്ചേക്കരുത്. അയ്യോ. ആഹാ, ആ കള്ളക്കുറുക്കന്റെ കഥ കഴിഞ്ഞല്ലോ. ഇനി നമുക്കെല്ലാം ഇവിടെ സുഖമായി ജീവിക്കാം. പിന്റു, ഇനി നിന്റെ കുഞ്ഞുങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. അതെ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കുട്ടിയോളെ, നിങ്ങൾക്ക് ഈ കഥയൊക്കെ ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടമായി. ഓരോ കഥയിലും ഓരോ ഗുണപാഠമുണ്ട്. കഥയെക്കാളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഥയിലെ ഗുണപാഠമാണ്. കേട്ടോ കുട്ടിയോളെ? ശരി മാഷേ.